ഉമ്മ എന്താക്കുന്നേ? ഞാന് ചക്കക്കുരു കുറച്ച് ബാക്കി ഉണ്ടായിരുന്നില്ലേ, അതൊന്ന് പുഴുങ്ങാലോ എന്ന് വിചാരിച്ചിട്ട് എടുത്ത് വെച്ച. ഇത്രയേ ഉള്ളത്, വെറുതെ കളയേണ്ടി വരുമല്ലേ. അപ്പം ഞാൻ ബാക്കി എടുത്തതിൻ്റെ ഒക്കെ ഇന്നലെ വരെ എടുത്തതിൻ്റെ ബാക്കിയായിരുന്നു. അതും കൂടെ എടുത്തിട്ട് കഴുകി ചുണങ്ങിയിട്ട് നമുക്ക് പുഴുങ്ങാം. ഇതെന്നതാ അമ്മ? എന്തേ ഒരാഴ്ചയായില്ലേ ഈ ചക്കക്കുരു വെച്ചിട്ട് തുടങ്ങിയിട്ട്? അതിനെന്താ, നല്ല നാച്ചുറൽ സാധനമല്ലേ ചക്കയും ചക്കക്കുരു ഒക്കെ. ഇതെന്തത്? ഒരു ദിവസമാണെങ്കിൽ ചക്കക്കുരു മാങ്ങയും കറി വെച്ചത്, ഒരു ദിവസമാണെങ്കിലോ ചക്കക്കുരു പൊരിച്ചത്, മറ്റൊരു ദിവസമാണെങ്കിലോ ചക്കക്കുരുവും ചെമ്മീനും കറി വെച്ചത്. ഇതെന്തത്? മനുഷ്യന് മടുത്തു കേട്ടോ. അത് വയറിന് നല്ലതാ വെച്ചോ ഇത് കഴിക്കുന്ന ചക്കക്കുരു. നമുക്ക് നാച്ചുറലായിട്ടുള്ള സാധനമാണ് ചക്കക്കുരു അങ്ങനത്തെ സംഭവങ്ങളൊക്കെ. അപ്പോൾ അത് നമ്മൾ കളയാതെ ആക്കിയിട്ട് നമ്മൾ കഴിക്കണം ഒന്ന് വിചാരിച്ചേ. എന്ന് വിചാരിച്ചിട്ട് തന്നെ ഞാനിത് ഉണ്ടാക്കാൻ പോകുന്നത്. ഇതോടെ കാലിയായി കവറ്. ഇന്ന് ഇത് ഉണ്ടാക്കണ്ടത് വേറെ എന്തെങ്കിലും ഉണ്ടാക്ക്. സാരില്ല, ഇതും കൂടെ അല്ലേ ഉള്ളൂ. ഒരാഴ്ച അടുപ്പിച്ച് തന്നെയാണ് ആക്കുന്നത്. നമുക്കൊരു മടുപ്പില്ലേ? ഉമ്മാക്ക് മടുപ്പൊന്നുമില്ല? മടുക്കുന്ന ഇതുകൊണ്ട് എന്തെല്ലാം കലാപരിപാടി ഉണ്ട്, എന്തെല്ലാം ഉണ്ട്. ഉമ്മാക്ക് പറഞ്ഞാൽ മനസ്സിലാവൂല. ഉമ്മാക്ക് മടുപ്പില്ലാന്ന് വിചാരിച്ചിട്ട് നമുക്ക് മടുപ്പുണ്ടാവില്ലേ? എന്തിന്റെ ആവശ്യം? ഇതിനെന്തിനാ മടിക്കേണ്ട ആവശ്യം? അല്ല മടുപ്പിന്റെ ആവശ്യം എന്താ? ഇത് നമ്മൾ ഇപ്പം 4 പേരുണ്ട്. ആ 4 പേർക്ക് ഇത് ആകെ 10ഓ 15ഓ കുരുവുണ്ട്. അത് പുഴുങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ ചായക്ക് ഈ ഒരു 2 വെച്ച് എടുക്കുമ്പോഴത്തേനും അത് തീരൂല്ലേ എന്ന് വിചാരിച്ചിട്ട്. അത് വെറുതെ എന്ന് വിചാരിച്ചിട്ടെന്ന് പറഞ്ഞാൽ അത് വെറുതെ പറമ്പിക്കൊണ്ടിട്ട് അത് അങ്ങനെ തന്നെ മുളയെല്ലാം വന്ന് അവിടെ അതൊരു വേസ്റ്റ് പോലെ ആവൂല്ലേ. അപ്പോൾ ഇത് തിന്നുന്നതാണോ നല്ലത്, വേസ്റ്റാക്കി കളയുന്നതാണോ നല്ലത്? ഏതാ നല്ലത്? മനുഷ്യനോട് മനസ്സമാനത്തിൽ പഠിക്കാൻ പറ്റുന്നില്ല, അതറിയോ? എപ്പോഴും RX വണ്ടിന്റെ സൗണ്ട് കേട്ടായിരുന്നോ? അതൊന്നും പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അങ്ങനെ ഒച്ചയും കാര്യങ്ങളോ ഒക്കെ നോക്കി കഴിഞ്ഞിട്ട് അങ്ങനെയാണോ? എന്നാൽ കുറേ ചിക്കനും മട്ടനും ബീഫും എല്ലാം കൂടെ അങ്ങ് അരിച്ചും പൊരിച്ചും തന്നാലോ? ഞാന് ബീഫും മട്ടനും ഒന്നും കഴിക്കാറൊന്നുമില്ല. ബീഫ് കഴിക്കുന്നില്ലെങ്കിലും ചിക്കൻ നന്നായിട്ട് തിന്നുന്നില്ലേ? ആ ചിക്കനേക്കാളും എത്രയോ നാച്ചുറലായ സാധനം ഇത് കഴിക്കുമ്പോൾ ഇതിന്റെ ഗുണം വേറെ തന്നെ ഉണ്ടാവും. പണ്ടത്തെ കാരണവന്മാരൊക്കെ ഇതൊക്കെ കൊണ്ടൊക്കെ ജീവിച്ചു പോയിക്കൊണ്ടിരുന്നത്. ഇപ്പോഴത്തെ തലമുറയ്ക്ക് ചിക്കൻ പുഴുങ്ങി അമർത്തിയിട്ട് കൊടുക്കണം. അതുപോലെ നടപ്പുള്ള കാര്യം എങ്ങാനും ഇത് നടക്കുന്ന കാര്യമൊന്നല്ല കേട്ടാ. നടക്കുന്ന കാര്യമാണോ അല്ലയോ എന്ന് ഞാൻ നോക്കട്ടെ ഒന്ന്. എന്ത് ചെയ്യുവോ ഇത്? ആക്കാൻ പറ്റില്ല, ചിരിക്കുക ആക്കാട്ട് എന്ന് എന്ത് വിട്ടാ തന്നിട്ട് ഇത് തിന്നിട്ട് ഇവിടെ കിടന്നുറങ്ങാൻ മതി. അല്ലെ എങ്ങോട്ടാന്ന് വെച്ചാൽ പൊയ്ക്കാം. അവിടെ വെക്ക്. കുക്കറ എനിക്ക് വേറെ ഉണ്ട്, ഞാൻ വേറെ എടുത്തോളൂ. ബാക്കി ആക്കിയിട്ട് ഉപ്പാനോട് വിളിച്ചു ചോദിച്ചു നോക്കിയാ ഉപ്പാക്ക് ഇത് പുഴുങ്ങണോ വേണ്ടയോ? പിന്നെ ചക്കക്കുരു പുഴുങ്ങാൻ വേണ്ടിട്ട് ഉപ്പാനെ എന്തിനാ വിളിക്കുന്നത്? ഇത് ആക്കിയിട്ട് ഇന്ന് ഇവിടെ കടന്നുറങ്ങിയാൽ മതി. ഇത് തിന്നിട്ട് കടന്നുറങ്ങിയാൽ മതി. ഇതും കൂടെ കഴിഞ്ഞാൽ അടുത്ത വർഷം എനിക്ക് പൊഴുങ്ങുള്ളൂ. അപ്പൊ നല്ല ഇടവേളയുണ്ട്, 12 മാസത്തെ ഇടവേള കിട്ടും. ഞാൻ ഉപ്പാനടുത്ത് പറയും ചക്കക്കുരു കാണുമ്പോ എവിടെ ഉമ്മാക്ക് മേടിച്ചു കൊടുക്കണ്ടെന്ന്. നമുക്ക് ഇവിടെ നിൽക്കാൻ പറ്റുന്നില്ല. മതി, അത്രയും നിന്നാ മതി. ഇത്രയും നാൾ നിന്നില്ലേ, അതുപോലെ നിന്നാ മതി. ഇത് പുഴുങ്ങിയിട്ട് തന്നെ ബാക്കി കാര്യം. കണ്ടോ? നീയൊക്കെ എന്റെ പണിക്ക് പോ. കഷ്ടം.